നമസ്കാരം, പ്രവാസി നിലയിലേക്ക് ഏവർക്കും സ്വാഗതം. സമൂഹ മാധ്യമങ്ങൾ ചാറ്റിങ്ങിന് മാത്രമല്ല പല നല്ല കാര്യങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന കാലമാണിത്. അതിന് പല മാതൃകകളും നമ്മൾ കണ്ടതാണ്. എന്തിന് കേരളത്തിൽ പോലും ലോകത്തെമ്പാടും അത്തരത്തിൽ നമ്മൾ മാതൃകകൾ കണ്ടതാണ്. ചിലത് വാർത്തകളായി മാറിയിട്ടുമുണ്ട്. അത്തരത്തിൽ മാതൃകയാക്കേണ്ട ഒരു വാർത്തയാണ് കാനഡയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഐസ് ഹോക്കി കളിക്കാൻ ആഗ്രഹിച്ച സിറിയൻ അഭയാർത്ഥി ബാലന് കാനഡ നൽകിയ സമ്മാനങ്ങൾക്ക് ഡംബർന്ന് സമൂഹ മാധ്യമങ്ങൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. യമൻ എന്ന സിറിയൻ അഭയാർത്ഥി ബാലന്റെ ദീർഘനാളായുള്ള ആഗ്രഹമായിരുന്നു ഐസ് ഹോക്കി കളിക്കണം എന്നുള്ളത്. എന്നാൽ ഐസ് ഹോക്കിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാനുള്ള പണം കണ്ടെത്താൻ യമനെ കുറിച്ച് മുഹമ്മദ് ലില എന്ന ട്വിറ്റർ യൂസർ പങ്കുവച്ച വിവരങ്ങൾക്ക് ലഭിച്ച പ്രതികരണം കണ്ട് അമ്പരന്നിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ ഏവരും. അമ്മയ്ക്ക് 3 സഹോദരന്മാർക്കുമൊപ്പമാണ് 3ാം ക്ലാസ്സുകാരനായ യമൻ സിറിയയിൽ നിന്ന് കാനഡയിലെത്തിയത്. കാനഡയിലെ സെന്റ് ജോൺസ് നഗരത്തിലാണ് ഫാത്തിമ മക്കൾക്കൊപ്പം അഭയം തേടിയെത്തിയത്. കാനഡയിലേക്ക് എത്താനുള്ള യമന്റെ പിതാവിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടിരുന്നില്ല. അറിയാത്ത നാട്ടിൽ അഭയാർത്ഥികളായി എത്തിയ ശേഷം മക്കളെ പരിപാലിക്കാൻ അമ്മ ഫാത്തിമ നെട്ടോട്ടം ഓടുന്നതിനിടയിൽ മകന്റെ ഐസ് ഹോക്കി സ്വപ്നം കാണാൻ നിവർത്തിയുണ്ടായിരുന്നില്ല. കാനഡയിൽ മഞ്ഞുവീഴ്ച തുടങ്ങിയാൽ കുട്ടികളുടെ പ്രധാന വിനോദമാണ് ഐസ് ഹോക്കി. തെരുവുകളിലും മൈതാനങ്ങളിലുമെല്ലാം ഐസ് ഹോക്കി കളിക്കുന്ന കുട്ടികളെ കൊണ്ട് നിറയുന്നവർക്കിടയിൽ നിറഞ്ഞ കണ്ണുകളുമായി യമൻ നിന്നിരുന്നു. എന്നാൽ മുഹമ്മദ് ലീലയുടെ ട്വീറ്റോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. നിരവധി ആളുകളാണ് സഹായവുമായി എത്തിയത്. ഐസ് ഹോക്കി കളിക്കാനുള്ള മുഴുവൻ ഉപകരണങ്ങളും യമന് വാങ്ങാൻ സഹായിക്കുന്നതിനൊപ്പം സ്കേറ്റിംഗ് പരിശീലനം യമന് നൽകാനും തയ്യാറായി നിരവധി ആളുകളാണ് മുന്നോട്ട് വന്നത് തന്നെ. തങ്ങൾക്കൊപ്പം കളിക്കാനെത്തിയ യമനെ അഭയാർത്ഥി കുട്ടിയാണെന്ന പേരിൽ മാറ്റി നിർത്താതെ ഒപ്പം ചേർത്ത് അവന്റെ തെരുവിലുള്ളവരും കൂടെ നിന്നു. ഇത്തരത്തിൽ മാതൃകാപരമായ പല വാർത്തകൾ നമ്മൾ കേട്ടറിയതാണ്. ഇതെല്ലാം തികച്ചും മാതൃക തന്നെയാണ്. ഏറെ ചെറിയ സന്തോഷങ്ങളാണേലും സ്വപ്നങ്ങൾ സാധ്യമാകുമ്പോൾ ഉണ്ടാകുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആത്മസംതൃപ്തി തന്നെയാണ്. അതാണ് ഇതിൽ തെളിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.